ഒരു ക്ഷേത്രത്തിനകത്തിൽ 5 വിഗ്രഹങ്ങൾ പ്രതിഷ്ഠയുള്ള ക്ഷേത്രമാണ്. ബഹുവേരക്രിയാ സമ്പ്രദായത്തിലുള്ള ഒരു ക്ഷേത്രം. ബഹുവേരക്രിയാ സമ്പ്രദായം എന്ന് വെച്ചാൽ ഒന്നിലധികം വിഗ്രഹങ്ങൾ ഒരു ശ്രീകോവിലിനകത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നതിനാണ്. അകത്തിരിക്കുന്ന ദേവന്റെ ജീവചൈതന്യത്തെ ആവാഹിച്ച് വെളിയിൽ അർച്ചനാബിംബത്തിലേക്ക് കൊണ്ടുവന്ന് അകത്ത് വിഗ്രഹത്തിലേക്ക് ലയിപ്പിക്കുന്ന ഒരു രീതിയാണ്. പൂർണ്ണയും പുഷ്കരയും ശ്രീകോവിലിനകത്ത് പള്ളിയറ സങ്കല്പത്തിൽ വിരാജിക്കുന്നു. ഏകദേശം ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ തിരുവനന്തപുരം ജില്ലയുടെ എല്ലാ ഭാഗത്തു നിന്നും ബലിയിടാൻ വരുന്നുണ്ട്. ഇവിടെ പുറത്ത് അർച്ചനാബിംബവും അതിനോട് ചേർന്ന് ഒരു ഗണപതി വിഗ്രഹവും ഇതിനകത്തിലുണ്ട്. നെയ്യാറ് തന്നെ ഏകദേശം ഭഗവാന്റെ പാദത്തെ പ്രണമിച്ചുകൊണ്ട് പോകുന്ന ഒരു ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെ വന്നാൽ കാണാൻ കഴിയും. അഗസ്ത്യമുനി പൂജാതി കർമ്മങ്ങൾക്ക് ശേഷം മിച്ചം വന്ന നെയ്യ് ലോകോപകാരപ്രദമായി ജീവജലമായി ഭൂമിയിലേക്ക് സമർപ്പിച്ച ആ നെയ്യാറിൻ തീരത്ത് കുടികൊള്ളുന്ന ചരിത്രപ്രസിദ്ധമായ വർഷങ്ങളുടെ പഴക്കമുള്ള പാരമ്പര്യമുള്ള ഒരു ക്ഷേത്രം. പ്രധാന ശ്രീകോവിലിൽ പ്രധാന പ്രതിഷ്ഠലിന്മേൽ പൂജാതി കർമ്മങ്ങളൊന്നും നടത്താതെ പ്രതിബിംബങ്ങളിൽ പൂജാതി കർമ്മങ്ങൾ നടത്തുന്ന ക്ഷേത്രം. പിതൃക്കൾക്ക് മോക്ഷമേകുന്ന പുണ്യസങ്കേതം. ഇതൊക്കെയാണ് അരുവിക്കരയിലെ ധർമ്മശാസ്ത്ര ക്ഷേത്രം. തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകരയ്ക്കടുത്ത് മാറനല്ലൂരിലെ അരുവിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധവും പുരാതനവുമായ ശാസ്താക്ഷേത്രമാണ് അരുവിക്കര ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം. നമസ്കാരം, സ്വാമി ശരണം. ഇത് മാറനല്ലൂർ അരുവിക്കര ശ്രീ പൂർണ്ണ പുഷ്കരാംബ സമേതനായ അരുവിക്കര ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം. ഇത് 2000 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ളതും ആർക്കിയോളജി വകുപ്പിന്റെ കീഴിലുള്ളതുമായ ഒരു മഹാക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ഷേത്രത്തിന്റെ ആകൃതി തന്നെ ഗജപൃഷ്ഠ ആകൃതി, ആനയുടെ പിൻഭാഗം പോലെ എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇവിടുത്തെ പ്രതിഷ്ഠ ഒരു ക്ഷേത്രത്തിനകത്തിൽ 5 വിഗ്രഹങ്ങൾ പ്രതിഷ്ഠയുള്ള ക്ഷേത്രമാണ്. പൂർണ്ണയും പുഷ്കരയും ശ്രീകോവിലിനകത്ത് പള്ളിയറ സങ്കല്പത്തിൽ വിരാജിക്കുന്നു. പുറത്ത് അർച്ചനാബിംബവും അതിനോട് ചേർന്ന് ഒരു ഗണപതി വിഗ്രഹവും ഇതിനകത്തിലുണ്ട്. ഈ ക്ഷേത്രം 2000 വർഷങ്ങൾക്ക് മുമ്പ് ഏതോ വലിയ മഹാപണ്ഡിതന്മാരായ സന്യാസിമാർ വർഷങ്ങളോളം ഈ പ്രദേശത്തൊന്ന് താമസിച്ച് വളരെ കണക്കുകൂട്ടൽ ചെയ്തിരിക്കുന്ന ഒരു മഹാക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിൽ 3 നേരത്തെ പൂജയാണുള്ളത്. അതേപോലെ ബഹുവേരക്രിയാ സമ്പ്രദായത്തിലുള്ള ഒരു ക്ഷേത്രം. ബഹുവേരക്രിയാ സമ്പ്രദായം എന്ന് വെച്ചാൽ ഒന്നിലധികം വിഗ്രഹങ്ങൾ ഒരു ശ്രീകോവിലിനകത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നതിനാണ്. ഈ പൂർണ്ണയും പുഷ്കലയുമായി ഇരിക്കുന്ന ശ്രീകോവിൽ ഗർഭഗൃഹം അദ്ദേഹത്തിന്റെ പള്ളിയറ എന്നൊരു സങ്കല്പമാണ്. പുറത്ത് അർച്ചനാബിംബത്തിലാണ് ദേവനെ അതാത് പൂജാ സമയങ്ങളിൽ അകത്തിരിക്കുന്ന ദേവന്റെ ജീവചൈതന്യത്തെ ആവാഹിച്ച് വെളിയിൽ അർച്ചനാബിംബത്തിലേക്ക് കൊണ്ടുവന്ന് പൂർണ്ണ പുഷ്പാഞ്ജലി പൂജ ഇതെല്ലാം പൂർത്തിയാക്കി അകത്ത് വിഗ്രഹത്തിലേക്ക് ലയിപ്പിക്കുന്ന ഒരു രീതിയാണ്. അതേപോലെ തന്നെ ഏകദേശം ഇത്രത്തോളം പഴക്കമുള്ള ഒരു മഹാവിഷ്ണു ക്ഷേത്രമുണ്ട്. വട്ടശ്രീകോവിലിൽ പൂർണ്ണ വിശ്വരൂപത്തിൽ പൂർണ്ണ ആഭരണ ആയുധ വിഭൂഷണങ്ങളോടുകൂടി വട്ടശ്രീകോവിലിൽ മഹാവിഷ്ണു, അതും ഏകദേശം 2000 വർഷത്തോളം പഴക്കമുള്ളതാണ്. സന്താന ലബ്ധിക്ക് വേണ്ടിയും തൊഴിൽ അന്വേഷിച്ച് നടക്കുന്നതിനും വിദ്യാഭ്യാസത്തിനും ഒക്കെ ആയിട്ട് ധാരാളം ഭക്തജനങ്ങൾ വിദ്യാരാജഗോപാല അർച്ചന, സന്താനഗോപാല അർച്ചന ഇത്യാദി അർച്ചനകളൊക്കെ ആയിട്ട് വ്യാഴാഴ്ചയും തിരുവോണ നക്ഷത്രത്തിലൊക്കെ ധാരാളം പേര് ഇവിടെ വരുന്നുണ്ട്. ശാസ്താവിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വഴിപാട് അന്നദാനവും കളഭാഭിഷേകവും എള്ളുപായസവും നീരാഞ്ജനവുമാണ്. ഇതൊക്കെ എല്ലാ വർഷവും ഉത്സവത്തിന് പൈങ്കിനി ഉത്സവമാണ് ഇവിടുത്തെ തിരുവുത്സവം. 5 ദിവസവും കളഭാഭിഷേകമാണ്. അതേപോലെ തന്നെയാണ് ഉമാമഹേശ്വരന്മാർ ഒരേ പീഠത്തിൽ വിരാജിക്കുന്ന ഒരു മഹാക്ഷേത്രമാണിത്. അതേപോലെ ഗണപതിയെ, ബാലസുബ്രഹ്മണ്യ സ്വാമിയെ, സർപ്പത്താമാര് ഇവരെല്ലാവരും ഉള്ള ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു കുടുംബം പോലെയായിട്ട് വസിക്കുന്ന ഒരാളിന് എന്ത് പ്രയാസങ്ങളും എന്ത് ദുഃഖങ്ങളും മാറാൻ വേണ്ടി ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മാറും. നമ്മുടെ ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കർക്കിടകവാവിനുള്ള പിതൃതർപ്പണമാണ്. ഏകദേശം ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ തിരുവനന്തപുരം ജില്ലയുടെ എല്ലാ ഭാഗത്തു നിന്നും ബലിയിടാൻ വരുന്നുണ്ട് ഇവിടെ. അതിന് കണക്കാക്കിയിട്ട് ഇപ്പോഴ് ഏകദേശം ഈ 2024 കർക്കിടകവാവ് ബലിയുടെ തൊട്ടടുത്ത ദിവസം മുതൽ നിത്യബലി, ആണ്ടുബലി എല്ലാം ക്ഷേത്രത്തിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ള ഒരാൾ കൃത്യമായിട്ട് ചെയ്തിരിക്കുക. രാവിലെ 6 മുതൽ രാവിലെ ഏകദേശം ഒരു 10 മണി വരെ ബലിയിടാൻ വരുന്നവർക്ക് ഉള്ള സൗകര്യങ്ങളെല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ നെയ്യാറ്, അഗസ്ത്യാർകുളത്തിൽ നിന്ന് ഉത്ഭവിച്ചു വരുന്ന നെയ്യാറ് നമ്മുടെ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടൊഴുകി ആ ഭഗവാന്റെ പാദത്തെ തഴുകി തെക്കോട്ട് പോകുന്ന ഒരു പ്രത്യേക രീതിയാണ്. നെയ്യാറ് തന്നെ ഏകദേശം ആ ഭഗവാന്റെ പാദത്തെ പ്രണമിച്ചുകൊണ്ട് പോകുന്ന ഒരു ഭക്തിസാന്ദ്രമായ ഒരു
അന്തരീക്ഷമാണ് ഇവിടെ വന്നാൽ കാണാൻ കഴിയുന്നത്. വളരെ കാലപ്പഴക്കം കൊണ്ടായാലും ഇതിൻ്റെ ചരിത്ര പ്രാധാന്യം കൊണ്ടായാലും ഈ ക്ഷേത്രം ഇന്ന് എല്ലാവരും അറിയപ്പെടുന്ന ഒരു മഹാക്ഷേത്രമാണ്. അറിവിന്റെ പൂർണ്ണതയുടെ പ്രതീകമാണ് പൂർണ്ണാദേവി. പുഷ്കലത്വത്തിന്റെ, അതായത് സമൃദ്ധിയുടെ, ഐശ്വര്യത്തിന്റെ പ്രതീകമാണ് പുഷ്കലാദേവി. എവിടെ ധർമ്മം പരിപൂർണമായി പരിലസിക്കുന്നുവോ അവിടെ പൂർണ്ണതയും ഐശ്വര്യവും ഉണ്ടാകും എന്ന് സൂചിപ്പിക്കുകയാണ് പൂർണ്ണാപുഷ്കല സമേതനായ ധർമ്മശാസ്ത്ര സങ്കല്പത്തിലൂടെ. ഭക്തിപൂർവം പ്രണമിച്ചാൽ അറിവും ഐശ്വര്യവുമേകി മുക്തി നൽകുന്ന മഹാചൈതന്യത്തിന് മുന്നിൽ നമുക്ക് പ്രണമിക്കാം. ശാസ്ത്രേതുഭ്യം നമോ നമഃ.